ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമുക്ക് റേഡിയേറ്റർ ലീക്ക് ആയിട്ട് വന്ന വണ്ടിയാണ്. ഇപ്പോൾ എ സി ചാർജ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അപ്പം എ സി ചാർജ് ചെയ്യാൻ വേണ്ടി വന്നപ്പം ഗ്യാസ് കുറവായിരുന്നു അതിനകത്ത്. അപ്പോൾ നമ്മൾ റേഡിയേറ്റർ ലീക്ക് ആയതുകൊണ്ട് വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി വണ്ടി കൊടുത്തു വിട്ടു. അപ്പം വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇതിൻ്റെ ലീക്കും കാര്യങ്ങളെല്ലാം മാറ്റി തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്കിപ്പം കൂളിംഗ് കുറവാന്ന് പറഞ്ഞാൽ വന്നേക്കുന്നത്. എന്താണ് കൂളിംഗ് കുറവ്? കൂളിംഗ് കുറവാണെങ്കിൽ ഗ്യാസ് ഒന്ന് ടോപ്പ് ചെയ്ത് വിടാം. അപ്പം തീരെ കുറവാണെങ്കിൽ നമ്മളിപ്പം ഗ്യാസ് ടോപ്പ് ചെയ്യല. ഇത് ലീക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ എ സിയുടെ തന്നെ ചെയ്യുന്ന അടുത്തുകൊണ്ട് കൊടുക്കുവാണ്. നമ്മൾ എ സി നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പം അതിന് ടോപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വന്നത്. അപ്പം നമുക്ക് നോക്കാം ഗ്യാസ് കുറവാണെങ്കിൽ നമുക്ക് ടോപ്പ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഗ്യാസ് ചെക്ക് ചെയ്യുന്ന ഗേജ്. പിന്നെ ഇത് നമുക്ക് കാറിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള അഡാപ്റ്ററാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാണ്. അപ്പം നേരത്തെ ഞാൻ കാർ എസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ മിസ്സായി പോയിട്ട് വേറെ പുതിയ മേടിച്ചാൽ. ഇത് നമ്മളിപ്പോൾ സക്ഷൻ വാൽവിലോട്ട് കണക്ട് ചെയ്ത് നോക്കിയിട്ടാണ് ഇതിൻ്റെ ഗ്യാസ് കുറവാണോ കൂടാണോ നോക്കുന്നത്. ഇതിൻ്റെ സക്ഷൻ വാൽവ്, ഇതിൻ്റെ ഡിസ്ചാർജ് വാൽവ്. ഇപ്പം നോക്കാം നമുക്ക്. ഇപ്പം നമ്മൾ ഇതിലോട്ട് ഗ്യാസിൻ്റെ ലൈൻ കണക്ട് ചെയ്തപ്പോഴത്തേനും മീറ്റർ കാണിക്കുന്നുണ്ടോ? 50 PSI ഉണ്ട്. ഇതിന് 60-65 PSI ആണ് നമുക്ക് ഗ്യാസിനകത്ത് വേണ്ടത്. അതാണ് ഇത് കൂളിംഗ് കുറവാണ്. അപ്പോൾ അത് നമുക്ക് ടോപ്പ് ചെയ്ത് വിടാം. ഇതിപ്പോൾ നമ്മൾ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്ത് ഇട്ടിരിക്കുക. അതുകൊണ്ട് നമ്മളേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒതുക്കി ഇറങ്ങി ഇതിനകത്തോട്ട് പോയിരിക്കാൻ വേണ്ടി ഇല്ല, എഞ്ചിനകത്തോട്ട് പോക്കിയിട്ട് പോകും. സിലിണ്ടർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ സിലിണ്ടർ കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് സൈറ്റ് ഗ്യാസ് വഴി അറിയാൻ പറ്റും ഗ്യാസ് കയറുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. ലിക്വിഡായിട്ടാണ് കയറി പോകുന്നത്. അപ്പോൾ അത് കാണിക്കാവേ. ഗ്യാസ് കയറി 50 മുകളിൽ 60ആയി. എ സിയുടെ ഫിൽറ്റർ ഊരിയെടുത്ത് ക്ലീനിങ് കൂടെ ചെയ്തിട്ടു. കേട്ടോ ഇല്ലേ, ഹുണ്ടായിയുടെ ഫിൽറ്റർ ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഹുണ്ടായി ഫിൽറ്റർ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഫിൽറ്ററും കൂടെ എടുത്ത് ക്ലീൻ ചെയ്ത് കയറ്റി ഇട്ടു. ഫിൽറ്റർ അത് നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു. വണ്ടി നമ്മളൊന്ന് കൂളിംഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓടിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. മാക്സിമം ഫാൻ്റെ സ്പീഡ് കൂട്ടിയിട്ടു. എന്നിട്ട് എയർ അകത്തു തന്നെ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാക്കിയിട്ടു. പിന്നെ ഇത് കൂളിംഗ് മോഡിലാക്കിയിട്ടു. 10-15 മിനിറ്റ് ഓടിച്ചു നോക്കിയപ്പോൾ നല്ല കൂളിംഗ് ആയി. ഇനി വണ്ടി കൊടുത്തു വിടുക.